എന്തൊക്കെ പറഞ്ഞാലും നീ ഇപ്പൊ ആ മാധവിയിൽ നിന്ന് എന്നെ രക്ഷിച്ചിരിക്കുക. അല്ലെങ്കിൽ ഒരുപക്ഷെ അവൾക്ക് സംശയം തോന്നിയേനെ. നിന്നെ സംശയിച്ചാൽ അത് എന്നെയാണ് ബാധിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ നിന്നെ ഇപ്പൊ രക്ഷപ്പെടുത്തിയത്. ആരെങ്കിലും ഉണ്ടോ അവിടെ? ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ? അയ്യോ, ഇത് അരുണേട്ടനല്ലേ? അരുണേട്ടാ, ഇത് ഞാനാ. ഗംഗേ, നീ പറയുന്ന എനിക്ക് ശരിക്കും കേൾക്കുന്നില്ല. ഈ ദ്വാരത്തിനോട് സംസാരിക്കേ. ഞാൻ ഗംഗയെ സംസാരിക്കുന്നത്. ഞാൻ പറയുന്ന പോലെ നിനക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ ഗംഗേ? ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? ഗംഗേ, എനിക്ക് നീ പറയുന്നത് കേൾക്കാം ഗംഗേ. എന്തെങ്കിലും പറ. എന്നെ ഭൈരവി കടത്തിക്കൊണ്ടുവന്ന് ഇവിടെ അടച്ചിട്ടിരിക്കുക. നീ എങ്ങനെ ഇവിടെ വന്നത്? നിന്നെ ആ ഭൈരവി തട്ടിക്കൊണ്ടുവന്നതാണോ? പറയൂ ഗംഗേ. അരുണേട്ടനെ ഭൈരവി കടത്തി വെച്ചിരിക്കുന്നത് അറിഞ്ഞ് നിങ്ങൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താൻ വേണ്ടി വന്ന എന്നെ ആ നന്ദരി പറഞ്ഞിട്ട് സുകുമാരൻ ഇവിടെ കടത്തി വെച്ചിരിക്കുക. ഗംഗേ, 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 ഞാൻ പറയുന്നത് നിനക്ക് കേൾക്കാമോ? നീ എന്താ മിണ്ടാത്തെ? ഗംഗേ, അരുണേട്ടാ, ആ സുകുമാരൻ എത്തിയിട്ടുണ്ടെന്നാ തോന്നുന്നത്. നമുക്ക് പിന്നെ സംസാരിക്കാം. ശരി ഗംഗേ, നീ ശ്രദ്ധിക്കണേ. അവന് സംശയമൊന്നും തോന്നാൻ ഇടം കൊടുക്കരുത്. ആപത്തൊന്നും വരുത്തി വെക്കില്ല ഗംഗേ. ഞാൻ ശ്രദ്ധിക്കാം. ഗംഗേ, ഗംഗേ, ഭക്ഷണമൊന്നും നീ കഴിക്കുന്നില്ല. ഇതാ, ഇതിൽ കുറച്ച് പഴങ്ങളാ ഉള്ളത്. ഇതെങ്കിലും കഴിക്കും. അരുണേട്ടനും ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല. പാവം വിശന്നിരിക്കുമായിരിക്കും. ശരി, ഇതങ്ങ് തന്നേക്ക്. എതിർപ്പൊന്നും പറയാതെ ഇവിടെ ഇത് വാങ്ങിയല്ലോ. ഇവളിൽ ഇങ്ങനെ ഒരു മനംമാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇതെന്താ മോളെ, ഭഗവതിയുടെ ഫോട്ടോ ഇവിടെ തൂക്കിയിരിക്കുന്നത്? അത് ഇവിടെ തനിച്ചായതുകൊണ്ട് പേടി തോന്നി. അതാ അവിടെ ഇരുന്ന ഭഗവതിയുടെ ഫോട്ടോ ഞാനെടുത്ത് അവിടെ ചുവരിൽ തൂക്കിയിട്ടത്. ഓ, അങ്ങനെയാണല്ലേ. ശരി, ഞാൻ അടുത്ത തവണ ഭക്ഷണവുമായിട്ട് വരുമ്പോ ഒരു പുതിയ ഫോട്ടോ കൊണ്ടുതരാം മോൾക്ക്. ആയിക്കോട്ടെ.
ഗംഗ സുകുമാരൻ ഇവിടുന്ന് പോയി. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഗംഗ കുറച്ചുനേരം ഒന്ന് വെയിറ്റ് ചെയ്യ ഗംഗ. ഞാൻ എങ്ങനെങ്കിലും ഈ ചൂരടിച്ച് കളഞ്ഞിട്ട് അവിടെ നിന്റെ അടുത്തേക്ക് വരാം. ഞാൻ അങ്ങോട്ട് വന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാം. എങ്ങനെ വരട്ടോ? നിങ്ങളെ കൊണ്ട് അങ്ങനെ ചോരടിക്കാൻ പറ്റുമോ? അതൊക്കെ പറ്റും ഗംഗ. നീ എന്റെ അരികത്തിങ്ങനെ നിൽക്കുമ്പോ എനിക്ക് എന്ത് കാര്യം വേണമെങ്കിലും ചെയ്യാം. ഞാൻ ഈ ചൂരടിച്ച് കളയും ഗംഗ. നീ ധൈര്യമായിട്ടിരിക്കുക. ശരിയായിരുന്നു കേട്ടോ. അരുണേട്ടന്റെ മുഖം തന്നെ മാറിപ്പോയി. നല്ല വിശപ്പുണ്ടാവുമല്ലേ? നിക്ക്, തൽക്കാലം ഈ പഴങ്ങൾ കഴിച്ചിട്ട് വിശപ്പ് മാറ്റ്. ഇതാ. പതുക്കെ ചെയ്യടി. ഒന്ന് ചുമ്മാ ഇരിക്കണ്ട അമ്മ, കാലിപ്പ പിടിച്ചോടിക്കുമല്ലോ. എടി ആരാ അത്? എന്റെ അമ്മ, ഞാനേ ഈ വീട്ടിൽ പുതിയതായിട്ട് വന്നതല്ലേ. എന്റെ അടുത്ത് കേട്ടാ ഞാൻ എന്തിനു പറയും? ശരി ശരി. നീ പോവല്ലേ, അവിടെ നിൽക്കുക, അവരിങ്ങോട്ട് വരട്ടെ. നമസ്കാരം. നമസ്കാരം ആന്റി. നമസ്കാരം. നമസ്കാരം. ഞാൻ ദേവിയുടെ ഫ്രണ്ടാ. ഞങ്ങള് മായയെ പെണ്ണ് കാണാൻ വന്നതാ. ദേവിയുടെ ഫ്രണ്ടാ? പെണ്ണ് കാണാൻ വരുന്ന കാര്യമൊന്നും അവള് പറഞ്ഞില്ലല്ലോ. അങ്ങോട്ട് ഇരിക്കും. ശരി. മീനാക്ഷി, ദേവിയോട് പോയി പറ അവളുടെ ഫ്രണ്ട് വന്നിരിക്കുന്നെന്ന്. ആ, പിന്നെ കാപ്പി ഉണ്ടാക്കിക്കൊണ്ട് വരാൻ പറ. ശരി, പറയാമ്മ. മോൻ എന്തുവരെ പഠിച്ചിട്ടുണ്ട്? ഇവൻ MBA കഴിഞ്ഞ് നിക്കുക. എല്ലാരും ഇങ്ങോട്ട് ഇപ്പൊ വരും കേട്ടോ, ഒന്ന് വെയിറ്റ് ചെയ്യണേ. ശരി ചേച്ചി. മായമോളെ പെണ്ണ് കാണാൻ ആരെങ്കിലും വരുമെന്ന് പറഞ്ഞിരുന്നാക്ക. അവരെ കണ്ട വന്നിരിക്കുന്നു. എന്താന്ന് അവര് വന്നെന്നോ? അതൊരു നല്ല വിഷയം തന്നെയല്ലേ. അതിനൊക്കെ നിങ്ങൾ എന്തിന് ഇത്ര ഷോക്കാണെന്നൊക്കെ? അതൊക്കെ ഞാൻ നിന്നോട് എന്തിനാ പറയുന്നേ? ഞാൻ വന്നോളാം, നീ പോയിക്കോ. ഇവിടെ കൊണ്ട് അയ്യോ, ഇനിയിപ്പോ എന്താ ചെയ്യ ഭഗവാനെ? ഓ, ഇവരിങ്ങനെ ഒരു മുന്നറിയിപ്പില്ലാതെ കേറി വന്നു കഴിഞ്ഞ. എടാ, ആ സോമനയച്ച മന്ത്രവാദിയായിരിക്കും വന്നിരിക്കുന്നത്. വാതിൽ തുറക്ക്. ഓടാ, ചെന്ന് തുറക്ക്. എന്തിരുതല്ല, എത്ര നേരെ കഥ തട്ടണ്. തുറക്ക, എന്തിരിത്ര താമസം? മായമോളെ പെണ്ണ് കാണാനായിട്ട് പയ്യന്റെ വീട്ടുകാരൊക്കെ വന്നിരിക്കണ കേട്ടാ. മായമോളെയും കൂട്ടി എല്ലാരോടും രുക്മിണിയമ്മ താഴോട്ട് ചെല്ലാൻ പറഞ്ഞേക്കാണ്. ഞാൻ പോയി കാപ്പിയും പലഹാരം ഒക്കെ എടുത്തിട്ട് വരാം. നിങ്ങൾ ഹാളിലോട്ട് വന്നാൽ മതി. അച്ഛ, അവര് വന്നെന്ന്. ധർമ്മേട്ടാ, ദേവി ഫോൺ ചെയ്ത് പയ്യന്റെ വീട്ടുകാരോട് വരണ്ടെന്ന് പറഞ്ഞിട്ടില്ലാന്ന് തോന്നുന്നേ. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യാ? അവളോട് തന്നെ ചോദിക്കാം. വാ. എവിടെയാ അവള്? ദേവി, എടി ദേവി. എന്താ ലീലേ? എന്താ ദേവി, നീ അവരോട് വരണ്ടെന്ന് വിളിച്ച് പറഞ്ഞില്ലായിരുന്നോ? അയ്യോ, ഞാൻ പറഞ്ഞതാ. പക്ഷെ അവരിങ്ങനെ ഒരു മുന്നറിയിപ്പില്ലാതെ കേറി വന്നു. എന്താ ചെയ്യാൻ പറ്റുമെന്ന് പറ. എന്താ ചെയ്യാ? മായ അവരുടെ കണ്ണില് പെടാത്ത രീതിയിൽ എന്തേലും പറഞ്ഞ് നമുക്ക് അവരെ പറഞ്ഞയച്ചാലോ? അത് ശരിയാ. അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. ശരി, നടക്ക്. മായയെ നിങ്ങളുടെ മോൻ ഇഷ്ടപ്പെടുമെന്നുള്ള കാര്യം ഉറപ്പാ.
നിങ്ങളോട് പെണ്ണ് കാണാൻ വരാൻ പറഞ്ഞ ദേവി ജീവിതത്തിൽ ആദ്യമായിട്ടാ ഒരു നല്ല കാര്യം ചെയ്യുന്നത്. നമസ്കാരം നമസ്കാരം. എടി മാലു, എല്ലാവർക്കും സുഖമല്ലേ? എന്താടി ഒരു ഫോൺ പോലും ചെയ്യാതെയാണോ കേറി വരുന്നേ? നീ അയച്ചു തന്ന മായയുടെ ഫോട്ടോ ഞാൻ എന്റെ മോനെ കാണിച്ചു. അവൻ ഫോട്ടോ കണ്ടതും കെട്ടുവാണെങ്കിൽ ഈ പെണ്ണിനെ തന്നെ കെട്ടണമെന്നും പറഞ്ഞ് ഞങ്ങളെ പിടിച്ചു പിടിയാൽ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നതാ. അച്ഛൻ കേട്ടോ? നിങ്ങൾക്ക് സമ്മതക്കുറവൊന്നുമില്ലല്ലോ അല്ലേ? എടി ബാധ കേറിയവളെ കാണാൻ വന്നതെന്നറിയാതെ അവനിരുന്ന് നാണം കിടങ്ങുന്ന കണ്ടോ? എന്തേലും പറയടോ. കാപ്പി മായയുടെ കൈ കൊടുത്തു വിട്ടാ പോരായിരുന്നോടി? ഈ ചേച്ചിക്ക് വായും വെച്ച് മിണ്ടാതിരുന്നൂടെ? എടുക്കേമ്മ. വീട്ടില് വേലക്കാരൊക്കെ ഉള്ളപ്പോ അങ്ങനെയൊക്കെ കൊടുത്തയക്കണമെന്നുണ്ടോ? അങ്ങനെ ഫോർമാലിറ്റി ഒന്നും വേണ്ട. നിങ്ങൾ മായമളെ ഇങ്ങോട്ട് വിളിക്കുന്നേ. മായ പയ്യനെ കാണാൻ നാണാന്ന് പറഞ്ഞ് ഉള്ളിൽ തന്നെ ഇരിക്കുക. വെളിയിലേക്ക് വരുന്നില്ല അവള്. നിങ്ങക്കൊന്നും തോന്നരുതേ. ഇതുപോലെ അടക്കോ ഒതുക്കമുള്ള പെൺകുട്ടിയെ തന്നെ ഞങ്ങളും തെരഞ്ഞോണ്ടിരുന്നേ. അതെ, ഒരുപാട് അടക്കം ഒതുക്കുള്ള കുട്ടിയാ. ആഗ്രഹിച്ച് പ്രതീക്ഷയോടെ പെണ്ണ് കാണാൻ വന്നവരെ ഇങ്ങനെ നിരാശപ്പെടുത്തരുത്. മായയോട് വരാൻ പറ, അവരവളെ കാണട്ടെ. മായ ഫോട്ടോയിൽ കാണുന്ന പോലെ തന്നെയാ നേരിട്ടും കാണാൻ. അപ്പൊ പിന്നെ നേരിട്ട് കാണേണ്ട ആവശ്യം എന്താ? എന്തൊക്കെയാടാ ധർമ്മ നീ പറയുന്നത്? പെണ്ണും ചെറുക്കനും തമ്മിൽ കണ്ട് സംസാരിച്ചെങ്കിലേ ഇഷ്ടപ്പെട്ടോന്നറിയൂ. അത് തന്നെ, സംസാരിച്ചാലല്ലേ അറിയാം നോക്കൂ. ഇവൾക്ക് വല്ല പോഷണം കൊടുത്ത് കൊല്ലേണ്ട സമയമായിന്നാ തോന്നുന്നു. അയ്യോ, എന്താ ചെയ്യാ? അമ്മേ എനിക്ക് മായയെ കണ്ട് തനിച്ച് കുറച്ചു നേരം സംസാരിക്കണമെന്നുണ്ട്. എടാ, പയ്യന് മായമോളോടൊന്നും തനിച്ച് സംസാരിക്കണമെന്നാണല്ലോ പറയണേ. അവന്റെ തലയിലെഴുത്ത് അങ്ങനെ ആയിരിക്കില്ലേ? അതിനിപ്പോ എന്താ, പോയി സംസാരിച്ചിട്ട് വരട്ടെ. അതൊക്കെ ഇക്കാലത്ത് പതിവല്ലേ. അല്ല അത് എടി, പയ്യനെ മായയുടെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു. ശരിയമ്മ, വരി. എടാ പതുക്കെ പോടാ. ഇപ്പോഴേ കാലിടറിയിട്ട പോകുന്നു. പോടാ പോ. ഇനി ജീവിതത്തിൽ ഒരിക്കലും ഒരു പെണ്ണിനെ നീ കാണാൻ പോവില്ല. എടാ, പോയോ തിരിച്ചു വരുമെന്ന് എനിക്കൊരു ഉറപ്പുമില്ല. വരി. ഇതാണ് മായയുടെ റൂം. ആടെ നാണം കുണുങ്ങി നിക്കണണ്ട, അതാണ് മായമോള്. മായക്കൊച്ച് വല്ലാണ്ട് നാണിച്ച് നിക്കാണ്. നിങ്ങളും അങ്ങനെ നാണിച്ച് നിക്കാതെ ധൈര്യമായിട്ട് സംസാരിച്ച് ഒരു നല്ല തീരുമാനമായിട്ടാണ് വരാൻ. ഹായ് മായ. എന്നെ ഫേസ് ചെയ്യാനുള്ള നാണം കൊണ്ട് മായ ഇവിടെ മുറിയിൽ തന്നെ നിൽക്കുവാണെന്ന് ആന്റി പറഞ്ഞു. അതുകൊണ്ടാ ഞാൻ തന്നെ നിന്നെ കാണാനിപ്പോ ഇങ്ങോട്ട് വന്നത്. എന്താ നീ അങ്ങോട്ട് തന്നെ തിരിഞ്ഞു നിൽക്കുന്നേ? നിന്റെ ആ സൗന്ദര്യം തുളുമ്പുന്ന മുഖം ഞാനൊന്ന് കണ്ടോട്ടെ മായേ. എനിക്ക് നിന്നെ കാണണം. അമ്മ നിന്റെ ഫോട്ടോ കാണിച്ചപ്പോൾ തന്നെ ഞാൻ മനസ്സിലൊരു കാര്യം ഉറപ്പിച്ചതാ. കെട്ടുവാണെങ്കിൽ നിന്നെ തന്നെ കെട്ടുള്ളൂ എന്ന്. ഫോട്ടോ കണ്ടപ്പോൾ തന്നെ എനിക്കും ഓക്കെയാ. എന്നാലും ഒന്ന് നേരിട്ട് കാണണ്ടേ? നീ എന്ത് ഇങ്ങോട്ടേക്കൊന്ന് നോക്കുപോലും ചെയ്യാത്ത? ഈ 21-ാം നൂറ്റാണ്ടിലും ഇങ്ങനെ നാണിച്ചു നിൽക്കുന്ന ഒരു പെൺകുട്ടിയെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നിന്നെപ്പോലെ ഒരാളെ എൻ്റെ ലൈഫ് പാർട്ണറായിട്ട് കിട്ടുന്നത് അതൊരു മഹാഭാഗ്യം തന്നെയാണ് മായേ. ഒന്നിങ്ങോട്ട് നോക്കുമായേ. രക്ഷിക്കണേ, ആരെങ്കിലും ഓടി വരണേ. ഇവിടെ എന്നെ എന്തൊക്കെ ചെയ്യുന്നു? അയ്യോ, എന്നൊന്നും ചെയ്യരുത്.
വന്ന് രക്ഷിക്കണേ അമ്മേ. വാ അച്ഛാ. അയ്യോ രക്ഷിക്കണേ. നീ അല്ലടാ എന്നോട് മുഖം കാണണമെന്ന് പറഞ്ഞോണ്ടിരുന്നത്. ഇപ്പൊ മുഖം കണ്ടപ്പോ എന്തിനാടാ പേടിച്ചത്? അയ്യോ എന്നെ ഒന്ന് വെറുതെ വിടുമായേ. ഇനി ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു പെണ്ണിനും കാണാൻ പോവില്ല. ഞാനിനി കല്യാണം തന്നെ കഴിക്കുന്നില്ല. എന്നെ വെറുതെ വിടുന്നീ. ഞാൻ അങ്ങനെ നിന്നെ വെറുതെ വിടുന്നു കരുതണ്ട. നീ ഇപ്പൊ എന്നെ എന്ത് ചെയ്യാൻ പോവാ? കല്യാണം തന്നെ കഴിക്കുന്നില്ല. എന്നെ വെറുതെ വിടുന്നീ. ഞാൻ അങ്ങനെ നിന്നെ വെറുതെ വിടുന്നു കരുതണ്ട. നീ ഇപ്പൊ എന്നെ എന്ത് ചെയ്യാൻ പോവാ? പോയിട്ട് കുറച്ചധികം നേരമായല്ലോടാ മോനെ. മായയും വിമലും കൂടെ കുറെ നേരമായല്ലോ സംസാരം എന്റെ തുടങ്ങിയിട്ട്. മോൻ ഒരുപാട് തമാശയൊക്കെ പറയുന്ന കൂട്ടത്തിലാണേ. മായമോക്ക് എന്റെ മോൻ ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെട്ടെന്ന് തോന്നണേ. തൃശ്ശൂർ പോലും ആയിരിക്കും. എന്നാ പിന്നെ ഞങ്ങളും കൂടെ പോയി മോളോടൊന്ന് സംസാരിച്ചിട്ട് വരട്ടെ. ഇതിനൊക്കെ എന്തിനാ പെർമിഷൻ? പോയി സംസാരിച്ചിട്ട് വാ. പോ ചെല്ലേ. ശരി എന്നാ വാ ഏട്ടാ. ഇവരുടെ ജാതകത്തിൽ ആത്മാവിന്റെ അടി കിട്ടണമെന്ന് വല്ല യോഗം ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റാൻ പറ്റുമോ? കുടുംബം അടക്കാ പോയിരിക്കുന്ന എന്റെ രാഷ്ട്രീയ ഭാവി തൊലഞ്ഞത് തന്നെ. വിമലും മായ ഏത് റൂമിലാന്ന് അറിയില്ല ഏട്ടാ. അതേ നിക്കണു. കണ്ട മഹാലക്ഷ്മി തന്നെ. മായേ മോളെ, ഞങ്ങള് രണ്ടുപേരും മോളെ കാണാൻ വേണ്ടി വന്നതാ. ഓഹോ, നിങ്ങൾ എന്നെ കാണാൻ വേണ്ടി വന്നതല്ലേ? വന്നാട്ടെ വന്നാട്ടെ. കണ്ടോ മാലതി, കല്യാണത്തിന് മുമ്പ് തന്നെ അവക്ക് നമ്മൾ എന്ത് ബഹുമാനമാണ്. അല്ല മായേ, വിമലിനെ കണ്ടില്ലല്ലോ മോളെ. ഉള്ളിൽ നാണിച്ചു ഉള്ളിലുണ്ടെന്ന്. അല്ല മാലതി, ഷൂ ഷൂ എന്നൊരു ശബ്ദം കേൾക്കുന്നല്ലോ, നീ കേട്ടോ? ഞാനും കേൾക്കുന്നുണ്ട്. എവിടുന്നാ ഈ ശബ്ദം കേൾക്കുന്നേ? ഈ ജന്മത്തിൽ എന്നല്ല, ഇനി ഞാൻ എത്ര ജന്മം എടുത്താലും അരുണേട്ടൻ തന്നെയായിരിക്കും എന്റെ ഭർത്താവ്. ഈ ജന്മത്തിൽ എന്നല്ല, ഇനി ഞാൻ എത്ര ജന്മം എടുത്താലും അരുണേട്ടൻ തന്നെയായിരിക്കും എന്റെ ഭർത്താവ്. മോനെ വേഗം വാ. അമ്മ വേണ്ട, അവരൊക്കെ ഇറങ്ങി ഓടുന്നു. അയ്യോ വേഗം ഓടണ്ട. ആ പെണ്ണിന്റെ നടു ചവിട്ടി പിടിച്ചു. ഇവരെന്തിനാ ഇങ്ങനെ ഓടുന്നത്? ജീവൻ തിരിച്ചു കിട്ടിയത് അവരുടെ മഹാഭാഗ്യം. മായോട് സംസാരിച്ചിട്ട് വരാന്നും പറഞ്ഞ് ഇവിടുന്ന് ചിരിച്ചു കളിച്ചു പോയവര് ഇപ്പൊ എന്തിനാ ഇങ്ങനെ അലറി വിളിച്ചു പോകുന്നത്? ഒരു പക്ഷേ ഈ വീടിന്റെ അകത്ത് അപ്പോഴപ്പോഴും കിടന്ന് നിലവിളിക്കുന്ന ആ പ്രേതത്തിനെ കണ്ടിട്ട് ഇറങ്ങി ഓടിയതായിരിക്കോ? അല്ലെങ്കിൽ ഈ കൊട്ടാരത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നേരെ ചൊവ്വനല്ലല്ല. എനിക്ക് തോന്നി എന്തെന്നറിയാം, ഇവിടെ മറിഞ്ഞിരുന്ന ആത്മാവും പ്രേതവും ഒക്കെയാണ് ഇറങ്ങി ഓടിയതെന്ന്. ഒന്നും തന്നോ? ആത്മാവും പ്രേതവും ഒന്നും ഇറങ്ങിപ്പോയതല്ല. മായയ്ക്ക് പയ്യനെ ഇഷ്ടപ്പെട്ട് കാണില്ല. അത് അവൾ അങ്ങോട്ട് തുറന്നു പറഞ്ഞു കാണും. അതുകൊണ്ടാ അവർ ഓടിയത്. ഇനി മായയ്ക്ക് ഇവിടെ ആര് കല്യാണം ആലോചിച്ചാലും അവക്ക് ഇഷ്ടമാണോ അല്ലയോ എന്ന് അന്വേഷിച്ചറിഞ്ഞിട്ട് മതി. അല്ലെങ്കിൽ വരുന്നവർക്ക് ഇത് തന്നെ ആയിരിക്കും ഗതി. വരുന്നവർക്കല്ല, ഇവിടെ ഉള്ളവർക്ക് ഇതൊക്കെ തന്നെയാ ഗതി. എന്താടി പിറുപിറുക്കുന്നത്? ഇപ്പൊ ഈ നടന്നതിനൊക്കെ കാരണക്കാരി നീ മാത്രമാ ദേവി.
എന്റെ പൊന്നു ചേച്ചി, ഇനി അവൾക്ക് വേണ്ടി ഞാൻ ഒരാളെയും കൊണ്ടുവരുന്നില്ല. ഇവളും അവൾക്കേ കൊള്ളാവുന്നൊരു ബന്ധം ചേച്ചി തന്നെ കൊണ്ടുവാ. ഇനി ഞാനില്ലേ. ഇവിടെ തന്നെ ഇങ്ങനെ കുത്തിയിരിക്കാതെ ആ മായ പോയെന്ന് സമാധാനിപ്പിക്കിച്ചല്ലേ. അയ്യോ, എനിക്ക് പാർട്ടി ഓഫീസ് മീറ്റിംഗ് ഉള്ളതാ. ഇപ്പൊ തന്നെ നേരം വൈകി. എനിക്ക് ജിമ്മിൽ പോണം, ഞാൻ പോയിട്ട് വരാം. എന്റെ ദൈവമേ, അപ്പനും മോനും പണ്ടേ വിവരമില്ല. നീയെങ്കിലും ചെന്ന് അവളെ ഒന്ന് സമാധാനിപ്പിക്കിച്ചല്ലേ. എനിക്ക് അടുക്കളയിൽ കുറച്ച് ജോലിയുണ്ട് ചേച്ചി. ദേവി, വാ നമുക്ക് പോവാം. പണിയിടല്ലേ. ബെസ്റ്റ് തള്ള. മായ എല്ലാരും വിരട്ടി വെച്ചിരിക്കുക. അതുകൊണ്ടാ എല്ലാരും ഇങ്ങനെ എഴുന്നേറ്റ് ഓടുന്നത്. അവരുടെ കുടുംബ പ്രശ്നത്തിൽ എന്തിനാ നമ്മള് തലയിടും. എടി, എന്ത് പൂരം കാണാൻ നിക്കുക? വാ, വന്ന് കാല് തടവ്. അയ്യോ അമ്മേ. എടി, നീ എന്താടി നോക്കുന്നേ? അതൊന്നുമില്ല അമ്മ.